ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഓണമാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുന്നു. നല്ലൊരു വർഷം നിങ്ങൾക്ക് മുന്നിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാ സമൃദ്ധിയും ഉണ്ടാവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നോക്കാം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്. പോസിറ്റീവായിട്ടിരിക്കണേ. എല്ലാവരും രാവിലെ നല്ല തിരക്കായിരിക്കും അല്ലേ? അടുക്കളയിൽ കൂടെ കിടന്ന് ഓട്ടമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഒന്ന് കേൾക്ക്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. 7 ഓഫ് കപ്സ് വരുമോ എന്നറിയാലോ. 7 ഓഫ് കപ്സോ 10 ഓഫ് വാണ്ടോ വരുമോ എന്നറിയാലോ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ജസ്റ്റിസിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ജസ്റ്റിസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന ജസ്റ്റിസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതൊരു വ്യക്തിയിൽ നിന്നാകാം, ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ നിന്നാകാം, ഒരു കോർട്ട് കേസോ അങ്ങനെ എന്തെങ്കിലും കേസുകളിലൊക്കെ പെട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിന്ന് നീതി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഓണമായിട്ട് എവിടെയാണ് കോടതി ചേച്ചി എന്നൊന്നും ചോദിക്കരുത്. ഈ വീഡിയോസ് കാണുന്നത് കേരളത്തിലുള്ളവർ മാത്രമല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് നീതി കിട്ടുന്നു. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്കതിൽ ഒരു നീതി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ പാഷനേറ്റായിട്ട്, വളരെ ഇൻറ്റൻസിലി നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. മിക്കവാറും അതൊരു വ്യക്തിയാവാൻ തന്നെയാണ് സാധ്യത. കാരണം പേജ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ടപ്പോൾ എനിക്ക് ഒരാൾ ഒറ്റക്കാലിൽ നിന്ന് മറ്റൊരാളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നിയത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഒരാളെ, അല്ലെങ്കിൽ പണത്തിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനൊരു ഫലമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് മുൻപ് നിങ്ങൾ ഒരുപാട് കാലം ഒരുപക്ഷെ ഇയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ മാനിഫെസ്റ്റേഷൻ മിക്കവാറും കുറേ ആളുകൾക്കും ആ മാനിഫെസ്റ്റേഷൻ ഇന്ന ദിവസം വർക്കാകാനാണ് സാധ്യത. പേജ് എന്ന് പറയുന്നത് സന്ദേശവാഹകരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഹാപ്പി ഓണം മെസ്സേജൊക്കെ കിട്ടിയാൽ ഹാപ്പി ആവുമോ? ഹാപ്പിയാകാൻ സാധ്യതയുണ്ട്. ഒരു ഹാപ്പി ഓണം മെസ്സേജൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, തേർഡ് വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കുറച്ച് പേർക്ക് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ലോസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മറ്റ് ചിലർക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ ചിലർ മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന ജോലി വിട്ടിട്ട് പോകുന്നതാവാം. ചിലപ്പോൾ സാലറി ഒന്നും കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആ ജോലി ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകേണ്ടുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം, നിൽക്കുന്ന വീട്ടിൽ നിന്ന് മാറേണ്ടി വരികയോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് മാറുകയോ ജോലിയിൽ നിന്ന് മാറുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾസ്. കൂടുതലും ഫിനാൻഷ്യൽ ലോസ് ആണ് സാധ്യത. പണം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. നോക്കിയും കണ്ടും പണം ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത കാർഡ് വന്നിട്ട് 5 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എതിരെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളിടുന്ന ഫോട്ടോസിനായിരിക്കാം ഓക്കെ കമൻറ്റ്സ് പറയുന്നതാവാം. ഓക്കെ, കാരണം ഓണം ആയതുകൊണ്ട് മിക്കവാറും എല്ലാവരും വീടിനുള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ
ഒന്നുകിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ അറിയുന്ന ആളുകൾ നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ അവർ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഓണപരിപാടിക്കൊക്കെ പോകുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിന്നിട്ട് കോംപ്ലിമെൻറ്റ് പറയുകയും അതോടൊപ്പം അപ്പുറത്ത് മാറുന്ന നിങ്ങൾ കുറ്റവും പറയാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ നേരെ നിന്ന് നല്ലത് പറയുകയും എന്നാൽ നിങ്ങൾക്കെതിരെ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ട് എന്നാണ് 5 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഒരു കൂട്ടം ആളുകളാണ് കേട്ടോ, ഒരാളല്ല. നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്, ഒരാളല്ല ഒന്നിലധികം ആളുകളുണ്ട് നിങ്ങൾക്ക് ചുറ്റും. അടുത്തത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി, ഒരു സ്പിരിച്വൽ ലൈഫിലെ ഒരു പുതിയ ഏടാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിനെയും സ്പിരിച്വൽ ലൈഫിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തോ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ, പ്രത്യേക ഒരു ഒറ്റപ്പെടലിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ദൈവമല്ലാതെ മറ്റൊരു ആശ്രയമില്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങൾക്കത് തോന്നുന്നുണ്ടാവും. അപ്പോൾ ആ തോന്നലിൽ നിന്ന് നിങ്ങൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നതായിട്ടും ദൈവത്തിൽ കൂടുതൽ നിങ്ങൾ പ്രാർത്ഥന ഇന്ന ദിവസം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നതോ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നതോ അല്ലെങ്കിൽ കുറേ അധികം സമയം ദൈവത്തിനോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ദൈവത്തിനോട് സംസാരിക്കുന്നതോ, നിങ്ങളുടെ ഇഷ്ടമുള്ള ദൈവം അത് ആരായാലും യൂണിവേഴ്സ് ആയാലും ഏത് എനർജി ആയാലും അതിനോട് കൂടുതൽ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആരോ ഉണ്ട്, നിങ്ങൾക്കെല്ലാം കേൾക്കാനും കാണാനും ഒരാളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവാം. ഇവിടെ സ്ട്രെങ്ത് കാർഡിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തോന്നുന്ന മറ്റൊരാളെ ഇന്ന ദിവസം കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ കണ്ടെത്താൻ പറ്റുന്ന മറ്റൊരാളെ. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ ദൈവമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്ക് അവരോട് വല്ലാതെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളാവാം, അവരോട് സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കണമെന്നോ കാണണമെന്നൊക്കെ തോന്നുന്ന കാണും. കാരണം നിങ്ങളെപ്പോലെ ലുക്ക് ലൈക്ക് കാണാം, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന മറ്റൊരാൾ. ഓക്കെ, അപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കാത്ത, നിങ്ങളെ ഹേർട്ട് ചെയ്യാത്ത മറ്റൊരാളെ നിങ്ങളിന്ന് കാണുന്നുണ്ടോ? നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരാളെ നിങ്ങൾ ഇന്ന ദിവസം കാണാൻ സാധ്യതയുണ്ട്. ഒരു സ്പിരിച്വൽ പേഴ്സൺ ആവാനും സാധ്യതയുണ്ട്. സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസും 3 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ എന്താണോ മുൻപ് ജോലി ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ ചെയ്യാനുള്ള ജോലി ചെയ്തിട്ട് അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം അതിൻ്റെ ഫലം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നെക്സ്റ്റ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളിന്ന് കൂട്ടായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. ടീം വർക്കാണ്, കൊളാബറേഷനാണ്. അപ്പോൾ ഒന്നിലധികം ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങളിന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. മൂന്നിൽ കൂടുതലോ ആളുകൾ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്, ഒരുമയുടെ കൂട്ടായ്മയുടെയൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മറ്റ് എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഈ ടാരോ റീഡിങ്സ് കാണുന്ന നിങ്ങൾ കുറേ ആയിട്ട് ടാരോ റീഡിങ്സ് കണ്ട് ഇതിനോടൊരു താല്പര്യമൊക്കെ തോന്നിയിട്ട്, ഒരു പാഷനൊക്കെ തോന്നിയിട്ട് നിങ്ങൾ തന്നെ ടാരോ ഇപ്പോൾ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കാർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു സ്പ്രെഡ് ഇട്ടിട്ട്, ഇപ്പോൾ ഞാൻ സിംഗിൾ കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. സ്പ്രെഡ് ഇട്ടിട്ട് ചെയ്യുന്ന ആളുകളുടെ ആ സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾ കാർഡുകൾ നോക്കിയിട്ടാണ് ഇന്ന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇന്ന് ഈ ഒന്നിതുണ്ടല്ലോ അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാർഡുകൾ ഇപ്പോൾ റീഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ സ്ട്രെങ്തും കൂടെ കണ്ടതുകൊണ്ട് പറയുകയാണ്, ചിലപ്പോൾ സ്പിരിച്വൽ വർക്കിലേക്ക് നിങ്ങൾ, ഹീലിംഗ് ആണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നതാവും. നിങ്ങൾക്ക് അതിനൊരു ഗൈഡൻസ് കിട്ടുന്നതാവാം. നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി കുറച്ചുകൂടെ ഗ്രോൺ ആണ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണം, സ്പിരിച്വലായിട്ടുള്ള ജോലികളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഹീലിംഗ് ആണ് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ സോൾ പർപ്പസ് ആയിട്ട് വരേണ്ടതെന്നൊക്കെ ഒരു ഗൈഡൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടാനും, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ചിലപ്പോൾ ടാരോ തന്നെ ആവാം. നിങ്ങൾ കുറേ പേര് ടാരോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാകാം. അപ്പോൾ അങ്ങനെയുള്ള ഹീലേഴ്സ് ആകാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നവരാകാം. അങ്ങനെയുള്ള ഒരു ഒക്കേഷൻ നിങ്ങൾക്ക് ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടം കേട്ടിട്ട് അതിന് പരിഹാരം പറയുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ സങ്കടം പറയുന്നതാവാം. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നതാകാം.
എന്തും ആകാം. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതും ആകാം. ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പുതിയ കാര്യം പഠിക്കാൻ പോകുന്നതും ആകാം. ഓക്കെ, മെൻറ്ററിനെ കണ്ടെത്തുന്നതും ആകാം കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ പഴയ സുന്ദരമായ കടന്നുപോയ നല്ല സന്തോഷമായ ഓർമ്മകൾ തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് 6 ഓഫ് കപ്സ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പഴയ ഏടുകളിൽ നിന്നുള്ള കുറേ ആളുകൾ, ചിലപ്പോൾ പഴയ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവരായിരിക്കാം, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാകാം, അവരെ കാണുന്നതാകാം, ചിലപ്പോൾ അവരോടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ 6 ഓഫ് കപ്സ് നിങ്ങൾ ചിലപ്പോൾ വല്ലവരോടൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഞങ്ങളുടെ പണ്ട് ഇല്ലേ, ഞങ്ങളുടെ ഓണത്തിനൊക്കെ ഇല്ലേ, ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ. ചിലപ്പോൾ കുട്ടികളോട് പോലും കഥകളൊക്കെ പറയുന്നതാകാനും മതി. അപ്പോൾ ഒത്തുകൂടുക, ഒത്തുചേരുക, അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക, അതൊക്കെയാണ് 6 ഓഫ് കപ്സിൻ്റെ കാര്യം പറയുന്നത്. 3 ഓഫ് പെൻറ്റക്കിളും കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തത് കിങ് ഓഫ് വാൺസ് ആണ്. ചിലപ്പോൾ നിങ്ങളിന്ന് കൃത്യമായി ഈ കുറേ നാളുകളായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു പാറ്റേണിൽ നിന്ന്, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാനോ പുതിയൊരു കാര്യം തുടങ്ങാനോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഈ ചിന്താധാരയിൽ നിന്ന് മാറി പുതിയൊരു രീതിയിൽ ചിന്തിക്കാനോ പുതിയൊരു മേഖലയിലേക്ക് കടക്കാനോ നിങ്ങൾ ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് കിങ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കരിയർ ഫോക്കസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ് ആ ജോലിയിൽ കൂടുതലായിട്ട് ഇന്ന് ഓവർ ബേർഡൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതിനുശേഷം നിങ്ങൾ വാട്ട് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ഓക്കെ, അതാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. പാഷനെ പിന്തുടർന്ന് ചേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, അടുത്തത് എന്ത് എന്ന് ആലോചിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ഒരു എക്സ്ട്രാ ഏർണിംഗ് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലി മാറി മറ്റൊരു ജോലി കണ്ടെത്തണമെന്ന് വിചാരിക്കുന്നതാവാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ എൻ്റെ ജീവിതം ബെറ്റർ ആക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങളിന്ന് ആലോചിക്കുന്നതാകാം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതാണ് കിങ് ഓഫ് വാൺസ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്കിന്ന് വളരെ വേഗത്തിൽ, വളരെ സ്പീഡിൽ, വളരെ പാഷനേറ്റായിട്ട് നിങ്ങളിന്ന് ജോലികളെല്ലാം ചെയ്ത് തീർക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 7 ഓഫ് കപ്സോ 10 ഓഫ് വാണ്ടോ കിട്ടുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട്, വാണ്ട് നൈറ്റാണ്. അപ്പോൾ നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് ഇന്ന് ജോലികളെല്ലാം ചെറുപടേന്ന് തീർക്കുന്നുണ്ടാവും. അതാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും, ചാടി എന്നിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ വളരെ പാഷനേറ്റാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ടാവും, വളരെ പാഷനേറ്റായിട്ട് തന്നെ ഇന്നത് ചെയ്യുന്നുണ്ടാവും. അതാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് വരുന്ന ഡെവിൾ കാർഡാണ്. അപ്പോൾ ഡെവിൾ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് ഒരു അഡിക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം എല്ലാവരും കൂടെ കൂടിയൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില അഡിക്ഷൻസ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ചില പൊസഷൻസ്, കുറച്ച് പൊസസീവ്നെസ്സോ, കുറച്ച് ചില ആളുകളോട് ഒരു അഡിക്ഷനോ, ചില ആളുകളോട് വിട്ടുകളഞ്ഞ ഓർമ്മകൾ തിരിച്ചു വരുന്ന പോലെ തോന്നുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് ഡെവിൾ കാർഡ് പറയുന്നത്. കുറച്ച് അഡിക്ഷൻ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് ഓറക്കിൾ എന്ന് നോക്കാം. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസ് ഓറക്കിൾ ഫോർ യു ടുഡേ. നോണായിട്ട് ഏഞ്ചൽസിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്, എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരാനുള്ളത് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ചൂസ് എ ന്യൂ ഡിറക്ഷൻ. നമ്മളോട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, ഒന്ന് മാറി വേറൊരു ദിശയിൽ മാറി സഞ്ചരിക്കാനായിട്ട് നമ്മളോട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂസ് എ ന്യൂ ഡിറക്ഷൻ എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് വന്നിട്ട് നോയാണ്. നോ. അപ്പോൾ നിങ്ങളൊരു തീരുമാനം ഇന്ന ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നോ, വേണ്ട, ഇപ്പോൾ വേണ്ട എന്നാണ് പറയുന്നത്. നോയാണ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളിലേക്ക് അത് വരും എന്നാണ് ഗൈഡൻസ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുന്നു. നല്ല സമൃദ്ധമായ സന്തോഷകരമായ ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.